അതൊരു ഞായറാഴ്ചയായിരുന്നു. ആകാശം എന്തിനേക്കോ ഓർമ്മിപ്പിക്കും വിധം ചോര കണക്കെ ചുവന്നു തൊടുത്തു. തണുത്തു വീശിയിരുന്ന കാറ്റ് വിയർപ്പ് കൂട്ടുന്നത് പോലെ. വരാൻ പോകുന്നത് എന്ത് എന്ന കാര്യത്തിൽ കാലിഫോർണിയയിലെ സാന്റാറോസ എന്ന കൊച്ചു നഗരത്തിലെ ആളുകൾക്ക് നല്ല ധാരണയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വെളുപ്പാൻ കാലത്ത് കയ്യിൽ കിട്ടിയതെടുത്ത് അവർ സുരക്ഷിത സ്ഥലം തേടി പാഞ്ഞു. 2017 കാലിഫോർണിയയിലുണ്ടായ ടബ്സ് ഫയർ കാട്ടുതീയെ പറ്റിയാണ് പറഞ്ഞു വരുന്നത്. കാലിഫോർണിയയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ദുരിതം വിതച്ച കാട്ടുതീയെപ്പറ്റി. ടബ്സ് തീ പടർന്നു പിടിച്ച ഒക്ടോബർ 8 പകൽ പോലെ ഓർക്കുന്നുണ്ട് ക്രിസ്റ്റീന ബെൽച്ച് എന്ന യുവതി. തീ വരുന്നുണ്ട് എന്ന അയൽക്കാരുടെ നിലവിളിയിലാണ് ക്രിസ്റ്റീന ആ ദിവസം കണ്ണു തുറക്കുന്നത്. തുറന്നിട്ട ജനാലകളിലൂടെ ചൂട് കാറ്റ് ഇരച്ചെത്തിയത് വളരെ പെട്ടെന്ന്. പുറത്തേക്കിറങ്ങാൻ വാതിൽ തുറന്നപ്പോഴാകട്ടെ ആകാശത്ത് നിന്ന് മഴ പോലെ ചാരം പെയ്യുന്നു. കനത്ത പുക ചുറ്റുപാടും മൂടുന്നു. അന്ന് എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടെങ്കിലും ഇതേ അനുഭവം 2019 ഉണ്ടായി. അന്ന് കിൻകേഡ് കാട്ടുതീയിൽ 5 ദിവസത്തേക്ക് ക്രിസ്റ്റീനയ്ക്കും കുടുംബത്തിനും വീടൊഴിഞ്ഞു പോകേണ്ടി വന്നു. ആ സംഭവത്തിന് പിന്നാലെ ഇനി കാലിഫോർണിയയിലേക്കില്ല എന്ന ഉറച്ച തീരുമാനം ക്രിസ്റ്റീനയും കുടുംബവും എടുത്തു. മിനസോട്ടയിലെ ദുലൂത്തിലാണ് നിലവിൽ ഈ കുടുംബം താമസിക്കുന്നത്. വർഷാവർഷം പടർന്നു കയറുന്ന കാട്ടുതീ ക്രിസ്റ്റീനയെ പോലെ കാലിഫോർണിയ ഉപേക്ഷിക്കാൻ നിർബന്ധിതരാക്കുന്നത് നിരവധി പേരെയാണ്. ജനിച്ചു വളർന്ന സ്ഥലം ഉപേക്ഷിച്ച് താമസത്തിനായി മറ്റൊരു സ്ഥലം തിരഞ്ഞെടുക്കേണ്ട അവസ്ഥ അത്രയധികം വേദനാജനകമാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ കാലിഫോർണിയൻസിന് വേറെ വഴിയില്ല. സ്വന്തം ജീവനും ജനിച്ച സ്ഥലത്തിനുമിടയിൽ മറ്റൊരു ഓപ്ഷൻ ഇല്ലാതെ പലരും നാടുവിട്ട് സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് ചേക്കേറുന്നു. ഈ മാസം ആദ്യം ലോസ് ആഞ്ചൽസിലുണ്ടായ കാട്ടുതീക്ക് പിന്നാലെ കാലിഫോർണിയയിലെ ജനജീവിതം വീണ്ടും ചർച്ചാ വിഷയമായിരിക്കുകയാണ്. തുടരെ എത്തുന്ന കാട്ടുതീയും അസഹനീയമായ കാലാവസ്ഥയും മൂലം കാലിഫോർണിയ വിട്ട് മറ്റ് US സ്റ്റേറ്റുകളിലേക്ക് മാറുന്നവർ വർദ്ധിക്കുകയാണെന്ന് പഠനങ്ങൾ പറയുന്നു. തീയും പൊടുന്നനെ ഉണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനവും കാലിഫോർണിയയിലെ പ്രകൃതിയിൽ അസ്വാഭാവിക മാറ്റങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. പെട്ടെന്ന് തീ പിടിക്കുന്ന തരത്തിൽ പരുവപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഇവിടുത്തെ പുല്ലുകളും കുറ്റിച്ചെടികളുമെല്ലാം. അതുകൊണ്ട് തന്നെ ജനജീവിതം ഇനി കാലിഫോർണിയയിൽ എത്രത്തോളം സുഗമമാകുമെന്നത് ചോദ്യചിഹ്നമായി തുടരുകയാണ്. കാട്ടുതീ പടർന്നു പിടിക്കാൻ സ്വതവേ തന്നെ സാധ്യത ഏറെയുള്ള ഒരു ഭൂപ്രദേശമാണ് കാലിഫോർണിയയിലേത്. ആഗോള വ്യാപനത്തിന്റെ തീവ്രത ഈ സാധ്യത വർദ്ധിപ്പിക്കുകയുള്ളൂ എന്ന് ശാസ്ത്രജ്ഞർ വിലയിരുത്തുന്നു. ഈ ആഴ്ച തന്നെ ലോസ് ആഞ്ചൽസ് കൗണ്ടിയിൽ നിന്ന് തീ കാരണം ഒഴിപ്പിച്ചത് 10,000 ആളുകളെയാണ്. അടിക്കടി ഉണ്ടാകുന്ന കാട്ടുതീ കാരണം നാടുപേക്ഷിച്ച് പോകുന്നവരുടെ കൃത്യമായ കണക്കില്ലെങ്കിലും ഇത് വർഷാവർഷം ക്രമാതീതമായി വർദ്ധിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. പെട്ടെന്ന് ഇത്രയധികം ആളുകൾ മറ്റു സ്ഥലങ്ങളിലേക്ക് ചേക്കേറിയാൽ ഇവരെ ഉൾക്കൊള്ളാൻ വലിയ തയ്യാറെടുപ്പുകൾ നടത്തേണ്ടതുണ്ട്. ഇതിന് സമയം ലഭിക്കാതെ പോകുന്നതും വലിയ പ്രതിസന്ധിയാണ്. 2020 മുതൽ 2023 വരെ 15,000 കെട്ടിടങ്ങളാണ് കാട്ടുതീയിൽ നശിച്ചത്. ലോസ് ആഞ്ചൽസിൽ ഈ മാസം മാത്രം 12,000 കെട്ടിടങ്ങളും തീയിൽപ്പെട്ടു. വർദ്ധിച്ചു വരുന്ന പ്രകൃതി ദുരന്തങ്ങൾ കൊണ്ട് തന്നെ കാലിഫോർണിയയിൽ ഹോം ഇൻഷുറൻസ് റേറ്റും വലിയ രീതിയിലാണ് വർദ്ധിക്കുന്നത്. സാൻ ഫ്രാൻസിസ്കോ ക്രോണിക്കിൾ എന്ന പത്രം പ്രസിദ്ധീകരിച്ച പഠന റിപ്പോർട്ട് പ്രകാരം 2019 മുതൽ 1 ലക്ഷത്തിലധികം കാലിഫോർണിയ സ്വദേശികൾക്ക് അവരുടെ ഹോം ഇൻഷുറൻസ് നഷ്ടപ്പെട്ടു. കാട്ടുതീ കൂടാതെ പ്രളയവും കാലിഫോർണിയയിൽ സർവ്വസാധാരണമായിട്ടുണ്ട്. ഒന്നുകിൽ കടുത്ത ചൂട് അല്ലെങ്കിൽ വെള്ളപ്പൊക്കം എന്നിങ്ങനെ 2 എക്സ്ട്രീമുകളാണ് കാലിഫോർണിയയിൽ ഇപ്പോൾ കണ്ടുവരുന്ന കാലാവസ്ഥ. പ്രളയം മുന്നിൽ കണ്ട് സ്റ്റേറ്റ് വിടുന്നതും ഹില്ലി ഏരിയകളിലേക്ക് താമസം മാറ്റുന്നതും കാലിഫോർണിയയിൽ സർവ്വസാധാരണമായി കഴിഞ്ഞു. ക്ലൈമറ്റ് ഹെവൻ എന്നാണ് ഇങ്ങനെ പ്രകൃതി ദുരന്തങ്ങളുടെ പ്രഹരം അധികമേൽക്കാത്ത ആളുകൾ കുടിയേറി പാർക്കാൻ ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങൾക്ക് പേര്. നേരത്തെ സൂചിപ്പിച്ച ദുലൂത്ത് അത്തരം സ്ഥലങ്ങളിൽ ഒന്നാണ്. മിനസോട്ടയിലെ ഒരു ചെറിയ തുറമുഖ നഗരമായ ദുലൂത്തിൽ നിലവിൽ 90,000 പേർ മാത്രമാണ് താമസം. ജനസംഖ്യയിൽ കാര്യമായ വളർച്ച രേഖപ്പെടുത്താത്ത ദുലൂത്തിൽ 2020 മുതൽ ജനസംഖ്യാ വർധനമുണ്ട്. തടാകങ്ങളാൽ ചുറ്റപ്പെട്ട നഗരം കൂടിയാണ് ദുലൂത്ത്. കുടിവെള്ളത്തിനായി US-ലെ 10% ആളുകളും കാനഡയിലെ 30% ആളുകളും ഈ തടാകങ്ങളെയാണ് ആശ്രയിക്കുന്നത്. ആളുകൾ കൂട്ടത്തോടെ എത്തുന്നത് ദുലൂത്ത് പോലെയുള്ള സ്ഥലങ്ങളിലെ പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് വിഭവശേഷിയിൽ ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. മാറി വരുന്നവർക്ക് താമസത്തിന് വേണ്ട വീടും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും ചെറിയ നഗരങ്ങളിൽ കുറവാണ് എന്നതുകൊണ്ട് തന്നെ ഇവിടെ എത്തുന്നവർ എല്ലാ കാര്യങ്ങളും ഒന്നിൽ നിന്ന് തുടങ്ങണം. എന്നാൽ ആളുകൾ കൂട്ടത്തോടെ എത്തുന്ന പലായനം പോലുള്ള പ്രതിസന്ധി ഇപ്പോഴില്ലാത്തതിനാൽ പതിയെ അത്തരം കാര്യങ്ങൾ ആലോചിച്ചു തുടങ്ങാമെന്നതാണ് മിക്ക ഭരണകൂടങ്ങളുടെയും നിലപാട്. എന്നാൽ ജീവിക്കാൻ മികച്ചത് എന്ന ധാരണയിൽ ക്ലൈമറ്റ് ഹെവനുകൾ തിരഞ്ഞെടുക്കുമ്പോൾ മറന്നു പോകുന്ന ഒരു സാധ്യതയുണ്ട്. ക്ലൈമറ്റ് ഹെവൻ ഒരു മിത്താകാനുള്ള സാധ്യത. ദുലൂത്തിൽ വർഷത്തിൽ 106 ദിവസം താപനില തീരെ കുറഞ്ഞ അപകടകരമായ നിലയിലേക്ക് പോകാറുണ്ട്. നോർത്ത് കരോലീനയിലെ ആഷ്വില്ലിൽ 2024 കൊടുങ്കാറ്റും കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. എവിടെയായാലും പ്രകൃതി ദുരന്തങ്ങൾ നേരിടാതെ ഇനി അങ്ങോട്ട് ജീവിക്കാനാവില്ലെന്ന സൂചനയാണോ ഇവ നൽകുന്നത് എന്നറിയില്ലെങ്കിലും കാലാവസ്ഥാ മാറ്റത്തെ പാടെ ഒഴിവാക്കാൻ കഴിയില്ലെന്ന തിരിച്ചറിവിലാണ് ഇപ്പോൾ ഇവിടങ്ങളിലേക്ക് കുടിയേറിയവർ ജീവിക്കുന്നത്. കാലിഫോർണിയയിൽ നിന്ന് എന്താണോ അവരെ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റിയത്, അവിടെയും അതേ അവസ്ഥ തന്നെ നേരിടേണ്ട ദുർഗതിയാണ് ഇവർക്ക്.